ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്ക് അരീന. വരുന്ന ഫെബ്രുവരി 7-ാം തീയതിയാണ് ഇത്തവണത്തെ T20 വേൾഡ് കപ്പിന് തുടക്കമാവുക. ആകെ 20 ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും ഇന്ത്യയാണ് ആതിഥേയത്വം വഹിക്കുന്നത്. കൂടാതെ ശ്രീലങ്കയിലും ചില മത്സരങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതായത് രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് ബംഗ്ലാദേശിന് ഇന്ത്യയിൽ കളിക്കാനാവില്ല എന്നുള്ളത് അറിയിച്ചിരുന്നു. ഇന്ത്യക്ക് പുറത്തേക്ക് മത്സരങ്ങൾ സംഘടിപ്പിക്കണമെന്ന് ബംഗ്ലാദേശ് ICCയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ICC അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു. അതായത് ബംഗ്ലാദേശ് ഇത്തവണത്തെ T20 വേൾഡ് കപ്പ് ബഹിഷ്കരിക്കുകയാണ്. അവരുടെ ഗവൺമെന്റ് ആ ഒരു ബഹിഷ്കരണ തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ വെച്ചുകൊണ്ട് കളിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന ഒരു തീരുമാനമാണ് ബംഗ്ലാദേശ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് വേൾഡ് കപ്പിൽ നിന്നും പുറത്തു പോകുമ്പോൾ പകരം ഏത് ടീമായിരിക്കും വരിക എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. സ്കോട്ട്ലാൻഡ് ഈ ഒരു T20 വേൾഡ് കപ്പിന് യോഗ്യത നേടിയേക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പക്ഷെ ഇക്കാര്യത്തിലൊന്നും ഒഫീഷ്യൽ കൺഫർമേഷനുകൾ വന്നിട്ടില്ല. ഇത് കേവലം റിപ്പോർട്ടുകൾ മാത്രമാണ്. ഏതായാലും ബംഗ്ലാദേശിന് പകരം ഇപ്പോൾ സ്കോട്ട്ലാൻഡ് വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിൽ ഗ്രൂപ്പ് സിയിലാണ് ബംഗ്ലാദേശ് ഇടം കണ്ടെത്തിയിട്ടുള്ളത്. അവരുടെ എതിരാളികളായിക്കൊണ്ട് ഇംഗ്ലണ്ട്, വെസ്റ്റ് ഇൻഡീസ്, ഇറ്റലി, നേപ്പാൾ എന്നിവരാണ് വരുന്നത്. ബംഗ്ലാദേശ് പുറത്താവുകയാണെങ്കിൽ ഈ ഗ്രൂപ്പ് സിയിലേക്കായിരിക്കും സ്കോട്ട്ലാൻഡ് കടന്നു വരിക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.